Hello everyone and once again welcome back to Hasna's Henna Hut. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പൂവാണല്ലേ 10 മണി പൂവ്. അപ്പോൾ ഈ 10 മണി പൂവിൻ്റെ പൂവ് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അലോവേറ യൂസ് ചെയ്തിട്ട് ഒരു സസ്പെൻഷൻ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അലോവേറ ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 10 മണി പൂവിൽ 2 ഇനങ്ങളാണുള്ളത്. ഒന്ന് പേഴ്സ്ലൈനും പിന്നെ ഒന്ന് പോർട്ടുലാക്കിയും. പരന്ന ഇലയോട് കൂടിയുള്ളതാണ് പേഴ്സ്ലൈൻ. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് പേഴ്സ്ലൈൻ. പിന്നെ കൂർത്ത മുനയുള്ള പോലത്തെ ലീഫുള്ളതാണ് പോർട്ടുലാക്ക. ഈ വീഡിയോ കാണിക്കുന്നത് പോർട്ടുലാക്കയാണ്. ഈ ഒരു ചെടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വെള്ളം കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അതിൻ്റെ സ്റ്റെമ്മിൽ അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. 10 മണി പൂവിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ് അലോവേറ. അപ്പോൾ അലോവേറ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ലീഫ് അലോവേറ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കതിൻ്റെ സൈഡും പിന്നെ അതിൻ്റെ ആ ഒരു മേലെ ഭാഗമുള്ള ആ ഒരു പോർഷനും കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കത്തി യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കത്തി അല്ലെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് ഈ ലീഫിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ സ്പ്രേ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് പോർഷൻ വരെ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് നമ്മുടെ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അലോവേറ യൂസ് ചെയ്തിട്ട് വേറെയും ഒരു ടൈപ്പ് ഫെർട്ടിലൈസർ ഉണ്ടാക്കും എയറോസ്മോസിന് വേണ്ടിയിട്ട് തന്നെ. അതെന്ന് പറയുമ്പോൾ നമ്മൾ അലോവേറ ചെറിയ പീസസ് ആക്കിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. ആ വെള്ളം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ കുറച്ച് ഡാർക്ക് കളറാവും. അതിൻ്റെ കറൊക്കെ ഇളകിയിട്ട് ആ വെള്ളം നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ 10 മണി പൂവിൽ ഈ ഒരു ഫെർട്ടിലൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.